ഏതെങ്കിലും തരത്തിലുള്ളതായ തടസ്സങ്ങൾ, പാപങ്ങൾ നമ്മൾ ശക്തിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഫലസിദ്ധിയൊക്കെ ബാധിക്കും. ഇത് ജപിക്കുന്ന അല്ലെങ്കിൽ ഈ പൂജ ചെയ്യുന്ന ഉടനെ തന്നെ ദേവി നമ്മുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പണക്കിഴി സമർപ്പിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. അവരവർ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മങ്ങളിൽ വളരെ അധികം ഒരു അഭിവൃദ്ധി ഉണ്ടാകുക എന്നുള്ളതാണ്. സാധാരണ ദേവീ പൂജയിൽ നിന്നും എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും തികച്ചും വ്യത്യസ്തമായിരിക്കുന്നത്? ഈ പൂജ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടനവധി വിശിഷ്ടങ്ങളായ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ദൃഢമായിരിക്കുന്ന സങ്കല്പത്തിൽ നിന്നാണ് ഇവിടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുള്ളൂ. നമ്മുടെ ഉപനിഷത്തുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടന്നത് എങ്ങനെയാണ്? ദേവീ പൂജയും സങ്കല്പ സാധനയും. തിരുമേനി, എന്താണ് ഈ ദേവീ പൂജയും സങ്കല്പ സാധനയും? സാധാരണ ജനങ്ങൾക്ക് ഈ സങ്കല്പ സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സങ്കല്പം ചെയ്യുക എന്ന് പോലും പൂർണ്ണമായിട്ടും അറിവില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നത്. കുറേ പേർക്കറിയാം, ഇല്ല എന്നുള്ളതല്ല. അപ്പോൾ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് പറഞ്ഞു തരാമോ? ദേവീ പൂജ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള സകല വിധത്തിലുള്ളതായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നടത്തപ്പെടുന്ന ഒരു പൂജയാണത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ HSCSന്റെ നേതൃത്വത്തിലായിട്ട് ഹിന്ദു കൾച്ചർ കൺസർവേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആദ്യത്തെയും അവസാനത്തെയും ചൊവ്വാഴ്ചകളിൽ കാര്യസിദ്ധി ദേവീ പൂജ നടത്തപ്പെടുന്നുണ്ട്. ഈ കാര്യസിദ്ധി ദേവീ പൂജ എന്ന് പറയുന്നത് പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യസിദ്ധി എന്താണ്? നമ്മുടെ അഭീഷ്ടം സാധ്യമാകുന്നതിന് വേണ്ടിയിട്ട് നടത്തപ്പെടുന്നതായ പൂജയാണ്. അപ്പോൾ ഈ പൂജയിൽ വ്യക്തമായിട്ടും ആ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് അവർ സങ്കല്പം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സങ്കല്പം എന്താണ് സങ്കല്പം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏതൊരു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മത്തിന് പിന്നിൽ നമുക്കൊരു സങ്കല്പം ഉണ്ടാകണം. അപ്പോൾ ആ സങ്കല്പത്തോട് കൂടിയതായിട്ടുള്ള കർമ്മങ്ങൾക്ക് മാത്രമേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. സങ്കല്പമില്ലാത്തതോ അല്ലെങ്കിൽ അഥവാ സങ്കല്പരാഹിത്യത്തോട് കൂടിയതോ നെഗറ്റീവായിട്ടുള്ള സങ്കല്പങ്ങളോട് കൂടിയിട്ടാണ് നമ്മളൊരു കർമ്മം ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും നെഗറ്റീവായിരിക്കാം, ചിലപ്പോൾ ഒന്നും കിട്ടാതെ ഇരിക്കാം. അപ്പോൾ തികച്ചും പോസിറ്റീവായിട്ടുള്ള സങ്കല്പത്തോടുകൂടി വേണം നമ്മളൊരു കർമ്മം നിർവഹിക്കുവാനായിട്ട്. അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു സങ്കല്പം എടുക്കേണ്ടതുണ്ട്. ആചാര്യന്മാരത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏത് ദേവതയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയാണ് സങ്കല്പം ചെയ്യുന്നത്, അത് ഏത് മൂർത്തിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്, അത് ഏത് ദിവസം, ഏത് ആഴ്ച, ഏത് തിഥിയിൽ, ഏത് കരണത്തിൽ, ഇങ്ങനെ പഞ്ചാംഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സങ്കല്പ മന്ത്രം ചൊല്ലുന്നത്. അപ്പോൾ അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഉള്ളിൽ ആ ഭാവന ദൃഢമാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്ന ദിവസം, ഇന്ന ആഴ്ചയിൽ, ഇന്ന തിഥിയിൽ, ഇന്ന കരണത്തിൽ, ഇന്ന നാമനക്ഷത്രങ്ങളോട് കൂടിയിട്ടുള്ള ഞാൻ ഈ മൂർത്തിയെ, ഈ ദേവതയെ ഞാൻ ഉപാസിക്കുകയാണ്, ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഉപാസിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ആവശ്യം നമ്മൾ പറഞ്ഞു തന്നെ വേണം ഉപാസിക്കുവാനായിട്ട്. കാമ്യോപാസനകളെല്ലാം നമ്മൾ പ്രത്യേകം ഈ സങ്കല്പം എടുത്തുകൊണ്ട് തന്നെ വേണം ചെയ്യുവാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ നടത്തപ്പെടുന്ന ഈ പൂജയിലും ഈ വ്യക്തികൾക്ക്, പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ഈ സങ്കല്പമന്ത്രം ചൊല്ലിച്ച് അവർക്ക് സങ്കല്പം എടുക്കാൻ കഴിയും. മാത്രമല്ല അതിൽ നമ്മൾ ഇവരുടെ പങ്കെടുക്കുന്ന എല്ലാവരുടെ നാമനക്ഷത്രങ്ങൾ ചേർത്ത് പ്രത്യേകം തന്നെ ആവർത്തിച്ച് തന്നെ നമ്മളതിലേക്ക് പ്രത്യേകമായിട്ടുള്ള വിശിഷ്ട മന്ത്രങ്ങളെ കൊണ്ട് തന്നെ അതിലേക്ക് അർച്ചനകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ നാണയപൂജയും ആ പത്മമിട്ട് തന്നെ ദേവിയെ ആവാഹിച്ച് പൂജിക്കുന്ന സമ്പ്രദായമാണ് നമ്മൾ ഈ ദേവി പൂജ എന്ന്. ദുർഗാദേവിക്കാണ് നമ്മൾ പൂജ നടത്തുന്നത്. അവിടെ ദുർഗാദേവിയെ ആവാഹിച്ച് വിശിഷ്ടങ്ങളായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ടൊക്കെ നമ്മളവിടെ പ്രത്യേകമായിട്ട് പൂജിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം നാണയം കൂടി അവിടെ വച്ച് കനകധാരാ സ്തോത്രവും കനകധാരാ മന്ത്രവും, വിശിഷ്യ കനകധാരാ സ്തോത്രവും കനകധാരാ മന്ത്രവും പ്രത്യേകമായിട്ട് തന്നെ ജപിച്ച് അത് പൂജിക്കപ്പെടുന്നുണ്ട്. ഈ നാണയം നമ്മൾ പങ്കെടുക്കുന്ന നാണയപൂജ നടത്തുന്ന വ്യക്തികൾക്ക് നമ്മൾ തിരികെ കൊടുക്കുന്നു. അത് ആ നാണയം അവരുടെ ഗൃഹത്തിൽ പ്രധാനമായിട്ടും പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിലോ പേഴ്സിലോ ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ക്രമേണ അവരുടെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശമനം വന്നു തുടങ്ങുന്നതാണ്. ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് വച്ചു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പല ആവർത്തി ചെയ്യുമ്പോൾ ക്രമേണ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ നമ്മളിൽ നിന്നും കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുവഴിയായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത്. നമ്മൾ ഈ പൂജ തന്നെ ഞാൻ മുൻപൊരു വീഡിയോ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ജന്മാന്തർഗതമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ളതായ കർമ്മ തടസ്സങ്ങൾ
പാപങ്ങൾ നമ്മൾ ശക്തിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഫലസിദ്ധിയൊക്കെ ബാധിക്കും. അവയെല്ലാം നമ്മുടെ ദൃഢമായ സങ്കല്പത്തോടു കൂടി പൂജ ചെയ്യുമ്പോൾ ക്രമേണ ആ ദോഷങ്ങൾ കുറയുകയും അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഫലം പോസിറ്റീവായുള്ള റിസൾട്ട് നമുക്ക് കിട്ടിത്തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ഇത് പല ആവർത്തി നമ്മൾ ചെയ്യുകയും ഈ നാണയം നമ്മൾ പല ആവർത്തി പൂജിക്കുകയും ഇപ്രകാരം നമ്മൾ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ക്രമേണ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ദോഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ കുറയുകയും സാമ്പത്തികമായ അഭിവൃദ്ധി വന്നു ചേരുന്നതിനുള്ളതായ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളാണുള്ളതെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കർമ്മത്തിന്റെ അഭിവൃദ്ധിയിലൂടെയാണ് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് സാമ്പത്തിക വരവിനുള്ളതായ ഉയർച്ചയ്ക്കുള്ളതായ മാർഗങ്ങൾ നമുക്ക് തുറന്നു കിട്ടും. ഇത് ജപിക്കുന്ന അല്ലെങ്കിൽ ഈ പൂജ ചെയ്യുന്ന ഉടനെ തന്നെ ദേവി നമ്മുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പണക്കിഴി സമർപ്പിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ലോട്ടറി ഇത് ചെയ്ത് ഉടനെ തന്നെ ഒരു ലോട്ടറി കൊടുത്തു കോടി മെമ്പറടിക്കുക അങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും അല്ല ഇവിടെ സംഭവിക്കുന്നത്. അത് സാധ്യമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ അതൊന്നുമല്ല. ഇവിടെ ഈ പൂജയിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ഐശ്വര്യം എന്ന് പറയുന്ന അഭിവൃദ്ധി എന്ന് പറയുന്നത് അവരവർ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മങ്ങളിൽ വളരെ അധികം ഒരു അഭിവൃദ്ധി ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഘ്നങ്ങൾ ക്രമേണ ഇല്ലാതായി ആ കർമ്മത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാവുകയും കർമ്മം അഭിവൃദ്ധി പ്രാപിക്കുന്നതിനനുസരിച്ച് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഈ പൂജയുടെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്നത്. തിരുമേനി, ഈ പറയുന്ന അഭിവൃദ്ധിക്ക് വേണ്ടിയാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് പുറകെ പോകുന്നത്. അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുകയും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ ഒരു മാസം ഒരു കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് മെയിൻലി എല്ലാ ആൾക്കാരും ഓടുന്നത്. അതിനപ്പുറം ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ദേവീ പൂജയിൽ നിന്നും എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും തികച്ചും വ്യത്യസ്തമായിരിക്കുന്നത്? ഈ പൂജ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒട്ടനവധി വിശിഷ്ടങ്ങളായ മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. ഈ പൂജ നടത്തപ്പെടുന്നത് ഇതിലേക്ക് അനവധി മന്ത്രങ്ങളും സ്തോത്രങ്ങളും എല്ലാം നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പൂജയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്കെല്ലാം നമ്മൾ സങ്കല്പ മന്ത്രം ചൊല്ലിച്ച് അവരെ കൊണ്ട് സങ്കല്പം എടുപ്പിക്കുന്നുണ്ട്. ഈ സങ്കല്പം ദൃഢമാകുമ്പോൾ ആ ഭാവന നമ്മുടെ ഉള്ളിൽ ദൃഢമാവുകയാണ്. അപ്പോൾ ആ ഭാവന ഉറച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭാവം തദ്ഭവതി എന്നാണ്. എങ്ങനെയാണോ നമ്മൾ ഭാവന ചെയ്യുന്നത്, നമ്മൾ ഭാവരഹിതമായിട്ടൊരു കർമ്മം ചെയ്യുന്നതിന് കിട്ടുന്ന റിസൾട്ടും വളരെയധികം ഭാവനയോടുകൂടി ചെയ്യുന്നതായ ഒരു കർമ്മത്തിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും രണ്ടാണ്. ലോകത്ത് നമ്മളൊന്ന് നോക്കുക, ലോകത്തിൽ നിന്നുണ്ടായിട്ടുള്ള എല്ലാവിധത്തിലുള്ളതായ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ ഒരു സങ്കല്പമുണ്ട്. ഒരു വ്യക്തിയുടെ ദൃഢമായിരിക്കുന്ന സങ്കല്പത്തിൽ നിന്നാണ് ഇവിടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുള്ളൂ. നമ്മുടെ ഉപനിഷത്തുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെയോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടന്നത് എങ്ങനെയാണ്? ഈശ്വരന്റെ സങ്കല്പത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും സൃഷ്ടി നടത്തണമെന്ന് സങ്കല്പിച്ചു ആദ്യം തന്നെ ഈശ്വരൻ. ആ സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി നടത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിൽ ഒരു വ്യക്തിയുടെ ദൃഢമായിട്ടുള്ള സങ്കല്പമുണ്ട്, ദൃഢമായിട്ടുള്ള ഇച്ഛയുണ്ട്. അതും പ്രകാരം മാത്രമാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുള്ളൂ. അപ്പോൾ ഈ സങ്കല്പമാണ് ഇവിടെ പ്രധാനം. ഈ സങ്കല്പം നമ്മൾ ദൃഢമാകണം. അതിനാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ സങ്കല്പ മന്ത്രം ചൊല്ലിച്ചുകൊണ്ട് അവരെ കൊണ്ട് ഈ പൂജയിൽ പങ്കെടുപ്പിക്കുന്നത്. ആ സങ്കല്പം ദൃഢമാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ ഫലത്തിനും മാറ്റങ്ങളുണ്ടാകും. നമ്മൾ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ HSSന്റെ നേതൃത്വത്തിൽ പല വിധത്തിലുള്ള പൂജകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ പൂജയിലെല്ലാം നമ്മൾ വളരെയധികം പ്രത്യേകതകളോട് കൂടിയിട്ടാണ് നമ്മൾ നടത്തപ്പെടുന്നത്. ഈ പൂജയിൽ എല്ലാ പങ്കെടുക്കുന്ന വ്യക്തികൾ നേരിട്ട് വരുന്നവർക്കാണെങ്കിലും അവർക്ക് നേരിട്ട് തന്നെ പൂജ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അർച്ചന ചെയ്യാവുന്നതാണ്. ഇപ്പോൾ HSSന്റെ നേതൃത്വത്തിന് നമ്മൾ വരുന്ന ജനുവരി മാസം 17-ാം തീയതി പലാരിവട്ടം രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ ഹാളിൽ വെച്ച് ഒരു ഉച്ഛിഷ്ട മഹാഗണപതി ഹോമം എന്നൊരു വലിയൊരു ഗാണപത്യ പൂജ ഹോമം നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഹോമത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക്, അതിൽ മുൻകൂട്ടി തന്നെ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് അവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള സങ്കല്പ മന്ത്രങ്ങളും മന്ത്രോപദേശവും കൊടുത്ത് അവരെ ഒരാഴ്ചയോളം ഈ മന്ത്രം ജപം നടത്തുകയും വ്രതാനുഷ്ഠിക്കുകയും ചെയ്ത് അവർ വന്ന് നമ്മളോടൊപ്പം തന്നെ ചേർന്ന് ആദ്യന്തമായിട്ട് തന്നെ ഈ ഹോമത്തിൽ നേരിട്ട് തന്നെ ഗണപതിയെ അഗ്നിയിലേക്ക് ദ്രവ്യങ്ങൾ സമർപ്പിച്ച് അവർക്ക് നേരിട്ട് തന്നെ മന്ത്രങ്ങൾ ചൊല്ലി ഹോമിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തി സ്വയം ആ ഒരു സങ്കല്പത്തോടുകൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലസിദ്ധി എന്ന് പറയുന്നത് വളരെയധികമാണ്. അപ്പോൾ അതാണ് നമ്മുടെ എല്ലാ പൂജകളുടെ ഒരു പ്രത്യേകത. മാത്രമല്ല മറ്റൊന്നെന്ന് പറയുന്നത് ഈ പൂജയ്ക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ പരമാവധി ശുദ്ധിയാർന്നിട്ടുള്ള ദ്രവ്യങ്ങളാണ് ഉപയോഗിക്കുക. അപ്പോൾ ദേവീ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന കുങ്കുമം
മഞ്ഞൾ, ഇതെല്ലാം നമ്മൾ തന്നെ തയ്യാറാക്കുന്നതായ കുങ്കുമവും മഞ്ഞളും ദ്രവ്യങ്ങളൊക്കെ തന്നെയാണ് അധികവും തന്നെ ഉപയോഗിക്കപ്പെടുന്നത്. എന്തായാലും സന്തോഷം തിരുമേനി. ഈ പറയുന്ന ദേവീ പൂജയും സങ്കല്പ സാധനയും വളരെ തികച്ചും വ്യത്യസ്തമാണ്. എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ മാത്രം വരട്ടെ. അതോടൊപ്പം ഈ പറയുന്ന കനകധാര യജ്ഞജപത്താൽ ചെയ്യുന്ന നാണയ പൂജയും സ്വാഭാവികമായിട്ടും ആൾക്കാർക്കുണ്ടാകുന്ന ഒരു വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വളരെ പെട്ടെന്നുണ്ടാകട്ടെ. അതോടൊപ്പം ഈ പറയുന്ന പൂജാവിധികളിൽ പൂർണ്ണമായിട്ടും തിരുമേനി പറഞ്ഞ പോലെ സങ്കല്പങ്ങൾ നേർന്നുകൊണ്ട് പൂർണ്ണമായിട്ടും സമർപ്പണം ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.